ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നന്ദൂസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വിദ്യാഭ്യാസ ബന്ധായിരുന്നല്ലോ. അപ്പോൾ ചുമ്മാ യൂട്യൂബ് കണ്ടോണ്ടിരുന്നപ്പോൾ ഒരു കിടുക്കാച്ചി വീഡിയോ കണ്ടു. നമുക്ക് പിന്നെ എന്തെങ്കിലും കണ്ടാൽ അത് ചെയ്യാതെ ഉറക്കം വരത്തില്ലല്ലോ. അതുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അമ്മയെ വിളിച്ച് നേരെ അടുക്കളയിലേക്ക്. അതേ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് സേമിയ ഉപ്പുമാവാണ് കേട്ടോ. വളരെ എളുപ്പമായിട്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സേമിയ ഉപ്പുമാവാട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഒരു ചട്ടി അടുപ്പത്തൊന്ന് വയ്ക്കുക. അപ്പൊ ഈ ചട്ടി നല്ല ഒന്ന് വെള്ളമൊക്കെ നമ്മൾ കഴുകിയ വെള്ളമൊക്കെ ഒന്ന് മാറി വരിക. അത് കഴിഞ്ഞ് നമ്മുടെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ സേമിയാണ്. ഇപ്പൊ നിങ്ങൾ 4 പേരുള്ളതുകൊണ്ട് ഈ ഒരു ഗ്ലാസ് സേമിയാണ് ഞങ്ങൾ എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എടുക്കുന്നത് ഗ്രീൻ പീസ് ആണ്. ഇത് ഓപ്ഷണൽ ആട്ടോ. അത് കഴിഞ്ഞ് നെയ്യ് എടുക്കുന്നുണ്ട്, ഗ്രീൻ പീസ് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഗ്രീൻ ചില്ലി, പിന്നെ ഉള്ളി. ഞാൻ പറഞ്ഞ പോലെ ഗ്രീൻ പീസും ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ക്യാരറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച ചട്ടിയിൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള നെയ്യ് ചേർക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ആവശ്യത്തിനുള്ളത് നിങ്ങൾക്ക് ചേർക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1 ഗ്ലാസ് സേമിയ അതിലേക്കൊന്ന് ചേർക്കുക. 1 ഗ്ലാസ് സേമിയ അതിലേക്കൊന്ന് ചേർത്ത് നല്ല പോലെ ഒന്ന് വതക്കിയെടുക്കുക. ഒന്ന് നല്ലൊരൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ ഇതേ നമ്മൾ നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. പിന്നെ ഈ ഒരു പരുവാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വരുവാണെങ്കിൽ ഈ ഒരു പരുവ ആവണം നമുക്ക്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ആ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് നെയ്യ് ആ ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ നമ്മൾ ചേർക്കണം. സെപ്പറേറ്റ് ആയിട്ട് വേണം നമ്മൾ ഇതിൽ ചേർക്കാൻ. നേരത്തെ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇപ്പൊ 1 കപ്പ് സേമിയക്കാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം. ഈ 1 കപ്പ് സേമിയക്കാണെങ്കിൽ ആ 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ അതിലേക്ക് വെക്കേണ്ടത്. ഞങ്ങളിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചത്. എന്നിട്ട് കുറച്ച് കല്ലുപ്പ്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കല്ലുപ്പോ സാധാ ഉപ്പോ ഇടുക. എന്നിട്ട് കുറച്ച് തേങ്ങാപ്പൂ ഇടുക. ഇത് നിങ്ങൾ ഫുഡ് പാകം ചെയ്യുമ്പോഴും ഇടാവുന്നതാണ്. എന്നിട്ട് ഇതേ നമ്മുടെ നേരത്തെ വറുത്ത് വെച്ച സേമിയ അതിലേക്കൊന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സേമിയ ഇവിടെ നല്ലപോലെ നമ്മുടെ സേമിയ വെള്ളമൊക്കെ ഒന്ന് വറ്റിടുക. അപ്പൊ കുറച്ചുനേരം നമ്മൾ ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് ഇരിക്കും. അത് നല്ലപോലെ വറ്റിയിടും. ഇത് കണ്ടു, ഇത് ഇങ്ങനെ ഒരു പരുവമാവണം. അപ്പൊ അതേ നമ്മുടെ സേമിയ ഉപ്പുമാ ഇവിടെ റെഡിയായി. എന്ത് എളുപ്പമാണല്ലേ. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ കയറി വന്നാൽ അവർക്ക് ഒന്നും കൊടുക്കാനില്ല എന്ന് ഇനി ആരും പറയല്ലേ. ഈ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ